അപ്പൊ ഗൈസ് ഇവിടെ കുറച്ച് ആൾക്കാരിക്കുന്നു, നമുക്ക് ഓരോട് പോയി ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹലോ, നിങ്ങൾ തിരക്കിയാണോ? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? 10ാം ക്ലാസ് പഠിച്ചു. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഞാൻ ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്ര ഉണ്ടാവും? അങ്ങനെ പറയില്ലേ, 10ാം ക്ലാസ് പഠിച്ചല്ലോ. അപ്പൊ ഗൈസ് നമുക്ക് അടുത്തൊരാളെ കൂടി കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഓനോട് പോയി ചോദിക്കാം. ഹലോ, തിരക്കിലാണോ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, താല്പര്യമുണ്ടോ? ഇല്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നിങ്ങൾ SSLC സ്റ്റുഡന്റ് ആണോ? എന്നാൽ നിങ്ങൾ ഈ പബ്ലിക് എക്സാമിന് നേരിടാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. എന്നാൽ ചെയ്താലോ? വായും. അപ്പൊ നമ്മൾ അവിടെ കണ്ട ക്വസ്റ്റ്യന്റെ ഒരു റഫ് ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന് ABCD എന്ന് പേര് കൊടുക്കുക. അപ്പൊ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് റഫ് ഫിഗർ വരച്ചെടുക്കണം. ഞാൻ ഈ ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് 40 മീറ്ററും ഈ ബിൽഡിങ്ങിന്റെ മുകളറ്റം കാണാനുള്ള മേൽക്കോണ് 60 ഡിഗ്രിയും എന്റെ ഹൈറ്റ് 1.75 മീറ്ററുമാണ്. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമ്മൾ H ആയിട്ടും ഇത് കാണാനുള്ള ഇക്വേഷൻ tan θ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആയിട്ട് എടുക്കും. നമ്മൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഡാറ്റാസ് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമ്മൾ tan 60ന്റെ വില നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് tan 60ന്റെ വാല്യൂ 1.73 ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.73 is equal to h/14 എന്ന് കിട്ടും. എച്ചിന്റെ വാല്യൂ കിട്ടാനായി 14 ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ by 14 into 14 ആയി മാറും. അപ്പോൾ h is equal to 69.2 എന്ന് കിട്ടും. നമുക്ക് ബിൽഡിങ്ങിന്റെ മുഴുവൻ ഹൈറ്റ് ആണ് കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹൈറ്റും നേരത്തെ കിട്ടിയ എച്ചിന്റെ വാല്യൂവും കൂട്ടുക. അപ്പൊ ടോട്ടൽ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 1.75 പ്ലസ് 69.2 ഈസ് ഈക്വൽ ടു 70.95 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ ടോട്ടൽ ഹൈറ്റ്. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുക്കുന്നു. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക.